ഇ ശ്രീധരൻ DPR കൈമാറിയതോടെ അതിവേഗ റെയിൽ പദ്ധതി വേഗത്തിലാക്കാൻ UDF സർക്കാർ. പദ്ധതിയെ CPM എതിർക്കില്ല. അതിവേഗ റെയിൽ പദ്ധതിയുടെ പ്രിലിമിനറി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. 60,000 കോടി രൂപ മുതൽ മുടക്കി 5 വർഷം കൊണ്ട് പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിൽ നിന്ന് തുടങ്ങുന്ന പാത കണ്ണൂർ ജില്ലയിലെ മുണ്ടയാടാണ് അവസാനിക്കുക. പൂജപ്പുര മുതൽ മുണ്ടയാട് വരെ 473 കിലോമീറ്റർ, മൊത്തം 23 സ്റ്റേഷനുകൾ, 12 കോച്ചുകൾ, 800 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാം. തിരക്കുള്ള സമയത്ത് ഓരോ 20 മിനിറ്റിലും സർവീസ് ഉണ്ടാകും. 200 കിലോമീറ്റർ സ്പീഡാണ് പരമാവധി വേഗത. ശരാശരി 135 കിലോമീറ്ററിലോടും. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരെത്താൻ 3.5 മണിക്കൂറാണ് പ്രതീക്ഷിക്കുന്നത്. ഇ ശ്രീധരന്റെ റിപ്പോർട്ട് പ്രാഥമികമായി പഠിച്ച സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് കരുതി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. എതിർപ്പില്ലെന്ന നിലപാട് CPIM പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെന്റ് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ, വേണം തന്നെ ഞങ്ങൾ പറയാം. അത് ആര് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. തിരുവനന്തപുരത്ത് തുരങ്കപാതയും ബാക്കി ജില്ലകളിൽ ആകാശപാതയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടെ അധികം സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരില്ലെന്ന് സർക്കാർ കരുതുന്നു. ഞങ്ങളുടെ നിലപാട് ഇത് പരിസ്ഥിതികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെങ്കിൽ, ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് അലോൺ ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടി വരും. കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് 2ാം ഘട്ടമായി സർവീസ് നീട്ടും. തുടർന്നുള്ള ഘട്ടങ്ങളിൽ കോഴിക്കോട് നിന്ന് കൽപ്പറ്റയിലേക്കും പട്ടാമ്പിയിൽ നിന്നും തൃശൂരിൽ നിന്നും പാലക്കാട്ടേക്കും സർവീസ് നീട്ടാനാണ് ഉദ്ദേശം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.